ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. 5th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. പുതിയ പാഠപുസ്തകമാണിത്. അതിലെ ആദ്യ യൂണിറ്റാണ് ദ വാംത്ത് ഓഫ് ലവ്. ദ വാംത്ത് ഓഫ് ലവ് എന്ന യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ദ വാംത്ത് ഓഫ് ലവ് എന്ന യൂണിറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാംത്ത് ഓഫ് ലവിലെ ആക്ടിവിറ്റീസിൻ്റെ ആൻസേഴ്സ്. ഓക്കെ, പ്രവർത്തനങ്ങൾ അഥവാ ആക്ടിവിറ്റീസ്, അതിൻ്റെ ഉത്തരങ്ങൾ അടങ്ങിയ ക്ലാസ് ആണിത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇംഗ്ലീഷിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകളുടെ വീഡിയോസ് നമ്മുടെ ചാനലിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ദ വാംത്ത് ഓഫ് ലവ്. അപ്പോൾ അതിൽ ആദ്യം വരുന്നത് ദ കിസ്സിങ് ഹാൻഡ് എന്നുള്ള ഭാഗമാണ്. ദ കിസ്സിങ് ഹാൻഡ് ഒരു ചാപ്റ്റർ പോലെ വരുന്നതാണ്. നമുക്ക് നോക്കാം. ഇൻ ദിസ് സ്റ്റോറി എ ലിറ്റിൽ റക്കൂൺ നെയ്മഡ് ചെസ്റ്റർ ഈസ് ഹെസിറ്റന്റ് അബൌട്ട് ഗോയിങ് ടു സ്കൂൾ. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ടു ഹിം. ആക്ടിവിറ്റി 1 ഗെസ്സിങ് ഗെയിം ആണ്. ചൂസ് സം വേർഡ്സ് ഫ്രം ദ യൂണിറ്റ് ആൻഡ് ആക്ട് ദം ഔട്ട്. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് കുറച്ച് വേർഡ്സ് സെലക്ട് ചെയ്ത് അത് അഭിനയിക്കുക. എന്നിട്ട് ലെറ്റ് യുവർ ഫ്രണ്ട്സ് ഗെസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ വേർഡ്സ്. നിങ്ങൾ ആക്ട് ചെയ്ത് കാണിക്കുന്ന വേർഡ്സ് ഏതാണെന്നുള്ളത് നിങ്ങളുടെ ഫ്രണ്ട്സ് കണ്ടുപിടിച്ച് പറയണം. ഇതാണ് ഗെയിം. ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അടുത്ത ആക്ടിവിറ്റി വരുന്നത് മാച്ച് ദി ഫോളോയിങ് ആണ്. കോളം എ കോളം ബി മാച്ച് ചെയ്യാനുള്ളതാണ്. വെൻ ഹി ഗെറ്റ്സ് ന്യൂ ഫ്രണ്ട്സ് മാച്ച് ചെയ്യേണ്ടത് ഈ ഇമോജിയിലേക്കാണ്. ഫിയർ ഓഫ് ന്യൂ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ലാസ്റ്റ് ഇമോജി. When mother compels him to go to school, first emoji. When he gets mother's kiss, ഈ ഒരു ഇമോജിയാണ് കേട്ടോ. അടുത്ത ആക്ടിവിറ്റി ക്രിയേറ്റ് ഇംപ്രിൻറ്റ്സ് ഓഫ് ദ കിസ്സിങ് ഹാൻഡ് ബൈ ട്രേസിങ് യുവർ ഹാൻഡ്സ് ഓൺ എ പീസ് ഓഫ് പേപ്പർ. ആഡ് എ സ്പെഷ്യൽ മെസ്സേജ് ഓൺ ദം ടു ഷോ ദ ലവ് ആൻഡ് സപ്പോർട്ട് ഓഫ് യുവർ ബിലോവ്ഡ് വൺസ്. കളർ ഓർ പെയിൻറ്റ് ടു മേക്ക് ദം മോർ അട്രാക്റ്റീവ്. ഹോൾഡ് ആൻ എക്സിബിഷൻ ഇൻ ദ ക്ലാസ് റൂം. ഇതും നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. ഒരു ആർട്ട് ഗാലറി ഉണ്ടാക്കാനാണ് കേട്ടോ. അടുത്ത ആക്ടിവിറ്റി വരുന്നത് നമുക്ക് ഇവൻറ്റ്സ് ഓഫ് ദി സ്റ്റോറി തന്നിട്ടുണ്ട്. അത് കറക്റ്റായിട്ടല്ല, നമ്മൾ ഓർഡർ ആക്കിയിട്ട് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ ആൻസർ നോക്കാം. ആദ്യത്തെ ചെസ്റ്റർ ടോൾഡ് ഹിസ് മദർ ദാറ്റ് ഹി ഡിഡ് നോട്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. സ്കൂളിലേക്ക് പോകണ്ട എന്ന് അമ്മയോട് പറയുന്നുണ്ട്. മിസ് റക്കൂൺ സെഡ് ഷീ വുഡ് ഷെയർ എ വണ്ടർഫുൾ സീക്രട്ട്. Miss Raccoon kissed Chester in the middle of his palm. Chester took his mother's hand and kissed her palm. Chester danced his way to school as his mother watched. അടുത്തത് ആക്ടിവിറ്റി 5 ആണ്. ചെസ്റ്റർ റക്കൂൺ ഡസൻ വാണ്ട് ടു ഗോ ടു സ്കൂൾ. ഹിസ് മദർ കമ്പൽസ് ഹിം. ഹിയർ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺവെർസേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ബിറ്റ്വീൻ ദം. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ആൻഡ് റോൾ പ്ലേ ഇറ്റ്. അപ്പോൾ നമുക്ക് ചെസ്റ്ററും അതുപോലെ തന്നെ കുട്ടിയും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ചെസ്റ്ററും മദറും കേട്ടോ. ചെസ്റ്ററും മദറും തമ്മിലുള്ള കോൺവെർസേഷൻ. ചെസ്റ്റർ മാ ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. അപ്പോൾ മദർ ചോദിക്കും വൈ ഡിയർ, എന്തുകൊണ്ടാണ്? ചെസ്റ്റർ ഐ വാണ്ട് ടു പ്ലേ, എനിക്ക് കളിക്കണം. മദർ യു ക്യാൻ പ്ലേ ഇൻ ദ സ്കൂൾ വിത്ത് യുവർ ഫ്രണ്ട്സ്. നിനക്ക് സ്കൂളിൽ പോയാലും ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാമല്ലോ. അപ്പോൾ ചെസ്റ്റർ എന്താ പറയുക? നോ മാ ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. വേണ്ട, എനിക്ക് എൻ്റെ ടോയ്സ് വെച്ച് കളിക്കണം. മദർ സോ വാട്ട് ഡിയർ, യു ക്യാൻ ഗെറ്റ് ന്യൂ ടോയ്സ് ഇൻ ദ സ്കൂൾ. അതുകൊണ്ട് എന്താ, നിനക്ക് പുതിയ ടോയ്സ് സ്കൂളിൽ കിട്ടുമല്ലോ. അപ്പോൾ ചെസ്റ്റർ മാ പ്ലീസ് അലോ മീ ടു സ്റ്റേ ഹോം. എന്നെ ഇവിടെ തന്നെ നിൽക്കാൻ അനുവദിക്കണം എന്ന് പറയും. അപ്പോൾ മദർ യു ഷുഡ് ഗോ ടു സ്കൂൾ ആൻഡ് സ്റ്റഡി ദർ. ഐ നോ യുവർ ഫിയർ, ഓൾസോ ഐ നോ ദ സീക്രട്ട് ടു ഓവർകം ദ ഫിയർ. എനിക്ക് നിൻ്റെ പേടി എന്താണെന്ന് അറിയാം, അത് ഓവർകം ചെയ്യാനുള്ള ഐഡിയയും അറിയാം. നീ സ്കൂളിൽ പോയി പഠിച്ചേ പറ്റൂ പറയും. അപ്പോൾ ചെസ്റ്റർ വാട്ട് സീക്രട്ട്, എന്ത് സീക്രട്ടാണ്? അപ്പോൾ മദർ പറയും ദ സീക്രട്ട് ഇസ് ദ കിസ്സിങ് ഹാൻഡ് എന്ന് പറയും. നെക്സ്റ്റ് Chester and his mother visit the office of the school. Chester looks around. Here is what he sees. Describe it. അപ്പോൾ ചെസ്റ്ററും മദറും സ്കൂളിലേക്ക് എത്തി. അപ്പോൾ സ്കൂളിൽ കണ്ട കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. The school's headmaster is sitting on a chair and a teacher is standing near him. Two teachers are sitting in the office. One of the teachers is reading a book and the other teacher is listening. There is a dustbin near the table. Things on the headmaster's table are perfectly organized. എ ക്ലോക്ക് ആൻഡ് എ കാലണ്ടർ ഈസ് ഹാങ്ങിങ് ഓൺ ദ വാൾ. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ കാണുന്നത്.
അടുത്തത് activity 7. Chester comes to the class and sits on the front bench. His teacher comes and introduces herself. She asks the students to introduce themselves. Chester stands up and introduces himself. Here is his self introduction. അപ്പോൾ ക്ലാസ്സിലേക്ക് ടീച്ചർ വന്നു. ടീച്ചർ സ്വയം പരിചയപ്പെടുത്തി. പിന്നീട് കുട്ടികളോട് ഓരോരുത്തരോടായിട്ടും സ്വയം പരിചയപ്പെടുത്താൻ പറയുകയാണ്. അപ്പോൾ മൈ സെൽഫ് എന്ന് പറഞ്ഞിട്ട് ചെസ്റ്റർ എണീറ്റിരുന്നിട്ട് സ്വയം അവനെ പരിചയപ്പെടുത്താണ്. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്, ഐ എം ചെസ്റ്റർ റക്കൂൺ, ഐ എം ഫ്രം ദി ഫോറസ്റ്റ്, മൈ ഫാദർ ഈസ് മിസ്റ്റർ റക്കൂൺ, മൈ മദർ ഈസ് ചെൽസ റക്കൂൺ, I love my parents, I like running, jumping and playing, I would like to get new friends. അപ്പം നമ്മളോടും ഇതുപോലെ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ now introduce yourself to the class ആണ്. How will you introduce yourself? You may write in the space provided. Good morning my dear friends, my name is Shika, I am from Palakkad, my father is a police officer. ഇവിടെ നിങ്ങൾക്ക് his name എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. his name എന്ന് പറഞ്ഞിട്ട് his name പേര് കൂടെ കൊടുക്കാം. his name is Arun. Okay. My mother is a teacher. Her name is ഞാനിവിടെ ഓരോ പേരുകൾ കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. Her name is രേഷ്മ. ഓക്കെ, ഞാനിവിടെ ഒരു പേര് കൊടുത്തുന്നേ ഉള്ളൂ, ഇതും കൂടി ചേർത്തുക. I love my parents, I like reading, dancing and playing, I would like to get new friends here. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അടുത്തത് ആക്ടിവിറ്റി 8. വെൻ ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ റീച്ച് സ്കൂൾ ദേ ഹാപ്പൻ ടു സീ എ നോട്ടീസ് ബോർഡ്. ചെസ്റ്റർ അമ്മ സ്കൂളിൽ എത്തിയപ്പോൾ ഒരു നോട്ടീസ് ബോർഡ് കാണും. ലെറ്റ്സ് റീഡ് ദ നോട്ടീസ്. അപ്പോൾ ആ നോട്ടീസിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും സ്കൂളിൽ ചെയ്യാൻ പാടാത്ത കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. ഇതുപോലെ നമുക്കും ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചേഴ്സ് ഈസ് ഓൺ ലീവ്. നിങ്ങളുടെ ടീച്ചർ ലീവാണ്. റൈറ്റ് ഡൗൺ ദ ഡൂസ് ആൻഡ് ഡോൺസ് ടു ബി ഒബ്സർവ്ഡ് ഇൻ യുവർ ക്ലാസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ടീച്ചർ. അപ്പോൾ ടീച്ചർ ഇല്ലാത്തപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും. റീഡ് യുവർ ടെക്സ്റ്റ് ബുക്ക്. ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുക. കംപ്ലീറ്റ് ദ നോട്ട്സ് ഇഫ് ഇറ്റ് ഇസ് ഇൻകംപ്ലീറ്റ്. നോട്ട് കംപ്ലീറ്റ് അല്ലെങ്കിൽ നോട്ട്സ് ഒക്കെ എഴുതി കംപ്ലീറ്റ് ആക്കുക. റിവൈസ് ദ പോർഷൻസ്. ഒന്നുകൂടി പോർഷൻസ് ഒക്കെ റിവിഷൻ ചെയ്യുക. ചെയ്യാൻ പാടാത്തത് ഡോൺസ് എന്തൊക്കെയാണ്? Don't disturb other classes. Don't make noise in the class. സൗണ്ട് ഉണ്ടാക്കരുത്. Don't damage school property. സ്കൂൾ വസ്തുക്കളൊന്നും നശിപ്പിക്കരുത്. Don't leave the class without permission. പെർമിഷൻ ഇല്ലാതെ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോകരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പാടാത്തത്. ഇനി ആക്ടിവിറ്റി 9 എന്താണ്? റീഡ് ദ ഫോളോവിങ് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ്സ് അണ്ടർലൈൻ. തന്നിരിക്കുന്നത് വായിക്കുക. ആ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത് കണ്ടോ നിങ്ങൾ? വിത്ത്, ഓൺ, ടു, ഫ്രം ഒക്കെ അല്ലേ? ഇതുപോലെ ഗ്രാമർ വരുന്ന പിക്ക് ഔട്ട് എ ഫ്യൂ സിമിലിയർ വേർഡ്സ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഡൗൺ ബിലോ. ഇതുപോലത്തെ സെൻറ്റൻസ് കണ്ടുപിടിച്ചിട്ട് താഴെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു, ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്. ഇതുപോലെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് കിട്ടും, അത് കണ്ടുപിടിച്ച് എഴുതുക. അടുത്ത ആക്ടിവിറ്റി വരുന്നത് നമുക്ക് ഫില്ല് ചെയ്യാനാണ്. ടീച്ചർ, ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം? ചെസ്റ്റർ, ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ എം ചെസ്റ്റർ റക്കൂൺ, എൻ്റെ പേര് ചെസ്റ്റർ റക്കൂൺ. ടീച്ചർ, വേർ ആർ യു ഫ്രം? നീ എവിടെ നിന്നാണ് വരുന്നത്? അപ്പോൾ ചെസ്റ്റർ പറയാണ് ഐ ആം ഫ്രം ദി ഫോറസ്റ്റ്, ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ടീച്ചർ, വെൽ വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഡാഷ് ഇൻ ആക്കുക കേട്ടോ, ഇൻ ദ ഫോറസ്റ്റ്. ചെസ്റ്റർ, ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. ടീച്ചർ, ദാറ്റ് മസ്റ്റ് ബി ഫൺ. വിച്ച് ഗെയിം ഡു യു ലൈക്ക് ദ മോസ്റ്റ്? നിനക്ക് ഏത് ഗെയിമാണ് ഇഷ്ടം? ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്. ടീച്ചർ, ദാറ്റ്സ് ഗ്രേറ്റ്. ചെസ്റ്റർ, വെൻ വിൽ യു ഗോ ടു യുവർ ഹൗസ്? എപ്പോഴാണ് വീട്ടിലോട്ട് പോവുക? ചെസ്റ്റർ, വെൽ ഐ വിൽ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days. 3 ദിവസം കഴിഞ്ഞിട്ടാണ് പോവുക. അപ്പോൾ ടീച്ചർ, ഓക്കെ താങ്ക്സ്, വി വിൽ മീറ്റ് അഗൈൻ. നമുക്ക് വീണ്ടും കാണാം. അടുത്തത് നമുക്ക് കറക്റ്റ് ആക്കാനാണ്. ആക്ടിവിറ്റി 11. തന്നിരിക്കുന്ന അണ്ടർലൈൻ ചെയ്തതെല്ലാം തെറ്റാണ്. അപ്പോൾ നമ്മളതൊന്ന് ശരിയാക്കണം. അപ്പോൾ അത് ശരിയായത് നമുക്ക് നോക്കാം. ആദ്യത്തെ ഐ ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. ഐ വെൻറ്റ് വിത്ത് അല്ല ടു എ സ്റ്റോർ ആണ് വരിക. പിന്നെ അതുപോലെ തന്നെ ബിഗ് ഓറഞ്ച് ഓൺ ആണ് വരിക. ഓൺ ദി ഷെൽഫ് ആണ് വരിക. ഇന്നല്ല, ഓൺ ദി ഷെൽഫ്. ഐ മെറ്റ് മൈ ഫ്രണ്ട് ഇൻ ദാറ്റ് സ്റ്റോർ ആണ് വരിക. ഇവിടെ ഇന്നാണ്. ഈ എം ക്യാപിറ്റൽ ആക്കുക. മൈ എന്നുള്ളത് എം ക്യാപിറ്റൽ ആണ്. ഗോ ബൈ അല്ല, ടു ഗോ
ടു ദി പാർക്ക് തന്നെയാണ് വരിക. ഐ വെൻറ്റ് ഫ്രം ഹർ അല്ല, ഐ വെൻറ്റ് വിത്ത് ഹർ ആണ് വരിക. ഇവിടെ വിത്ത് ആക്കുക. ഈ വീട് W ക്യാപിറ്റൽ ആക്കുക, ക്യാപിറ്റൽ ആണ്. വി സാറ്റ് ഓൺ ആണ് കേട്ടോ, ഓൺ ആണ് ഇവിടെ വരിക. ദെൻ ഈ ഐ ക്യാപിറ്റൽ ഐ ആക്കുക. ഐ ത്രൂ ദ ഓറഞ്ച് പീൽ ഇൻ ടു ദി ഗാർബേജ്, ഈ വിത്ത് ഇൻ ടു ആക്കുക. ഓക്കെ, താഴെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം തന്നിട്ടുണ്ട്, നോക്കുക കേട്ടോ. അടുത്ത ആക്ടിവിറ്റി വരുന്നത് നമുക്ക് യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ആൻഡ് സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ് എന്നുള്ളതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുക, സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. യു ക്യാൻ റീഡ് ന്യൂ ബുക്സ് ഒരു സെൻറ്റൻസ് ആയി, യു ക്യാൻ സ്വിങ് ഓൺ ന്യൂ സ്വിങ്സ് രണ്ടാമത്തെ സെൻറ്റൻസ് ആയി. അടുത്തത് ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ് ആൻഡ് കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. ഷീ ടുക്ക് ചെസ്റ്റേഴ്സ് ഹാൻഡ്, ഷീ കെയർഫുള്ളി റാപ്ഡ് ഹിസ് ഫിംഗേഴ്സ്. അടുത്തത് റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് സ്പ്ലിറ്റ് ദ സെൻറ്റൻസസ് ആണ് തന്നിരിക്കുന്നത്. വായിച്ചിട്ട് സെൻറ്റൻസസ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. എ ക്യൂറിയസ് റക്കൂൺ ലിവ്ഡ് ഇൻ ദ വൂഡ്സ് ആദ്യത്തെ സെൻറ്റൻസ് ആണ്. ഇറ്റ് ലൈക്ക്ഡ് ടു എക്സ്പ്ലോർ ന്യൂ പ്ലേസസ്. വൺ ഡേ ഇറ്റ് ഫൗണ്ട് എ ഷൈനി ഒബ്ജെക്ട്. I decided to take it back to its cozy den. It placed the object on a soft bed of leaves. It stared at it with wonder. The raccoon's eyes sparkled. It had discovered a beautiful toy. അപ്പം ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാവുന്നതാണ്. അടുത്തത് നമുക്ക് 13ാമത്തെ ആക്ടിവിറ്റി വരുന്നത് ഒരു ക്രോസ് വേർഡ് പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ്. നമുക്ക് ആദ്യം മൂവ് ഓർ കോസ് ടു മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത്, അക്രോസ് അതുപോലെ ഡൗൺ ആണ്. ആൻസേഴ്സ് കാണിച്ചു തരാം, നിങ്ങൾക്ക് കണ്ടല്ലോ. ഒന്നാമത്തെ വരുന്നത് സ്വിങ്, 2 റാപ്പ്, അതുപോലെ തന്നെ മൂന്നാമത്തെ നസ്സിൽ ആണ്, 4 സ്കേറി, 5 സ്കാമ്പർ, 6 ടോയ്, 7 കോസി എല്ലാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളത് നോട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യുക. എല്ലാ കമൻസിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.